സോ ഹലോ ഗൈസ്, അവർ യു വെൽക്കം ബാക്ക്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന സംഭവം എന്താ പറയുക, ഇതാണ്. ഓക്കെ, ലയണൽ മെസ്സിയുടെ കട്ടൗട്ട് വെള്ളത്തിനടിയിൽ വെച്ചു. ഓക്കെ, ഞാൻ അതിൻ്റെ ഫുൾ ന്യൂസ് എൻ്റെ കയ്യിലുണ്ട്. ഇനിയും പഠിച്ചോന്നെ ഒരു കജ്ജിന് പോയോ മീറ്റ് ഞാൻ ന്യൂസ് ഫുൾ ഇട്ടുതരാം. ഓക്കെ, കടലിനടിയിൽ പവിയപ്പുറ്റുകളൊക്കെ ഇടയിൽ തിളങ്ങി മെസ്സി കൂറ്റൻ കട്ടൗട്ട് ഉയർത്തി. ഇത് മലയാളികളെ ഏറ്റെടുത്ത ആരാധകർ. ഓക്കെ, കൊച്ചിയിലാണ് സംഭവം നടക്കുന്നത്. പുള്ളാവൂരിലടക്കം കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമായി മെസ്സിയുടെ കൂറ്റൻ കട്ടൗട്ടുകൾ ഉയർന്നിരുന്നു. ഇത് ലോകകപ്പ് ഫൈനൽ അടുത്തിരിക്കെ കടലിനടിയിൽ ഉയർത്തുകയാണ് മെസ്സിയുടെ പടുകൂട്ടൻ കട്ടൗട്ട്. ഫൈനലിലേക്ക് പ്രവേശിച്ചാൽ കടലിനടിയിൽ മെസ്സിയുടെ കട്ടൗട്ട് സ്ഥാപിക്കുമെന്ന ആരാധകന്റെ പ്രഖ്യാപനം ഇപ്പോൾ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷദ്വീപിലെ കവരത്തിലുള്ള അർജന്റീന ആരാധകനാണ് കക്ഷി. മുഹമ്മദ് സൊദ്ദീഖിനെ മെസ്സി പ്രേമി ലോകകപ്പ് സെമി ഫൈനലിന് മുമ്പായിരുന്നു പ്രഖ്യാപനം നടത്തിയത്. ലോകത്തെ കോടിക്കണക്കിന് ആളുകളുടെ സ്വപ്ന സാക്ഷാത്കരണം എന്ന പോലെ മെസ്സിയും കൂട്ടിന് ക്രൊയേഷ്യയെ തകർത്ത് ഫൈനലിലേക്ക് പ്രവേശിച്ചു. അതോടെ സോദിക്കിൻ്റെ പ്രഖ്യാപനം പോലെ കടലിനടിയിലും മെസ്സിയുടെ കട്ടൗട്ട് വരികയായിരുന്നു. ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് കടലിനടിയിലെ മെസ്സി ഇപ്പോൾ വൈറലാണ്. ലക്ഷദ്വീപിൽ നിന്നുള്ള അർജന്റീന സ്നേഹം ലോകമെമ്പാടും അറിയട്ടെയാണ് സോദിക്ക് പറയുന്നത്. അറബിക്കടലിനടിയിലെ 15 മീറ്റർ താഴ്ചയിലാണ് ലയണൽ മെസ്സിയുടെ കട്ടൗട്ട് സ്ഥാപിച്ചിരിക്കുന്നത്. സ്കൂബ സംഘത്തിൻ്റെ സഹായത്തോടെ ഉടനടി ചെയ്തിരിക്കുന്നത്. പഴയ പുറ്റിലക്കെട്ടിൽ പുഞ്ചിരിയോടെ നിൽക്കുന്ന മെസ്സിയുടെ ചിത്രം ലോകം മുഴുവൻ പ്രചരിക്കുകയാണ്. ഓക്കെ, വാമോസ് അർജൻറ്റീന ഫൈനലിൽ കൊണ്ടുപോകും. ഓക്കെ, അത്ര പറയുള്ളൂ. ഫ്രാൻസ് അല്ല, അവൻ്റെ അപ്പം വന്നാലും അർജൻറ്റീന ഫ്രാൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. എല്ലാ കാലവും നിങ്ങൾ തന്നെ വേൾഡ് കപ്പ് കൊണ്ടുപോയാൽ മതിയായിരിക്കും. മെസ്സിക്കും കൊടുത്തൂടെ, ആവേശം കൂടിയാണ്.